എറണാകുളത്തെ വാഴക്കുളം മലയിടംതുരത്തിൽ പാരിയത്തുകാവ് അവിടെ കോളനി ഒഴിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ അഭിഭാഷ കമ്മീഷനെ തടഞ്ഞിരിക്കുന്നു നാട്ടുകാർ എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. ബൗണ്ടറീസ് ആക്ട് പ്രകാരം അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള നെയ്ബേഴ്സിന് നോട്ടീസ് കൊടുക്കണമെന്ന് കോടതിയുടെ ഉത്തരവുള്ളതാണ്. ആ ഉത്തരവ് എന്തുകൊണ്ട് ഇവര് നടപ്പിലാക്കുന്നില്ല? തർക്കമുള്ള ഈ കനാല് പെരിയാർ വാലിയുടെ കനാലാണ്. ഇവര് പോലീസിന് ഉപയോഗിച്ച് അത് കല്ലിട്ട് പോയി കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി ഈ അഡ്വക്കേറ്റ് കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് പോലീസിന്റെ സഹായത്തോടു കൂടി കയ്യേറി കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്വം പറയും? അതുകൊണ്ട് പെരിയാർ വാലിക്ക് നോട്ടീസ് കൊടുക്കണം, മറ്റ് ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് കൊടുക്കണം. ഇത് ഞാൻ പറയുന്നതല്ല, ബൗണ്ടറീസ് ആക്ടിൽ പറയുന്നതാണ്. 14 ദിവസത്തെ നോട്ടീസ് കൊടുത്താൽ മാത്രമേ ഇത് അളക്കാൻ കഴിയുള്ളൂ. നിയമപരമായ കാര്യങ്ങൾ ഒഴിച്ച് ഞങ്ങൾക്ക് യാതൊരു തടസ്സമില്ല. എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? 6 തവണ ഇത് തന്നെ ഞങ്ങൾ ആവശ്യം പറഞ്ഞാണ്. എന്തുകൊണ്ട് അഡ്വക്കേറ്റ് കമ്മീഷനോ അല്ലെങ്കിൽ സർവേയറോ ഇത് ചെയ്യുന്നില്ല? അവർ നോട്ടീസ് കൊടുത്ത് ബന്ധപ്പെട്ട കക്ഷികൾക്ക്, തർക്കമുള്ള കക്ഷികൾക്ക് നോട്ടീസ് കൊടുത്തിട്ട് വരട്ടെ, ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. MLA അടക്കം സ്ഥലത്തെത്തിയാണ് പ്രതിഷേധം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധം? ഇനിയുള്ള അഭിഭാഷക കമ്മീഷന്റെ തുടർ നടപടികളൊക്കെ സംബന്ധിച്ച് അറിയേണ്ടതുണ്ട്. വിഷ്ണു, ഇത് എന്താണ് ഈ കുടിയൊഴിപ്പിക്കലിന്റെ അടിസ്ഥാനം? എന്താണ് അത്? സംഘർഷത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം എന്താണ്? കമ്മീഷനും സർവേ നടപടികൾ പൂർത്തീകരിക്കേണ്ട സർവേയർക്കും ഉണ്ട്. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ഇവർ എന്തിനു ഭയപ്പെടണം? അതിന്റെ അർത്ഥം പെരിയാർ വാലി അടക്കമുള്ള പുറമ്പോക്ക് ഭൂമി കയ്യേറാനുള്ള ശ്രമം ഇതിന്റെ പുറകിലുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അല്ല, അങ്ങനെ നോട്ടീസ് കൊടുക്കാണ്ട് സ്ഥലം എങ്ങനെ അളക്കണത്? നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പറയട്ടെ, അത് ഞങ്ങളെ കാണിച്ചു തരട്ടെ. അല്ലാണ്ട് അവർ ഏകപക്ഷീയമായിട്ട് അഡ്വക്കേറ്റ് കമ്മീഷൻ നോട്ടീസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രേഖകൾ കാണിക്കണം. ബന്ധപ്പെട്ട ആർക്കും നോട്ടീസ് കൊടുത്തതായിട്ട് ഇവിടെ പരാതിയുണ്ട്. പെരിയാർ വാലി ഉദ്യോഗസ്ഥരുടെ ഞങ്ങൾ ചോദിച്ചു, നോട്ടീസ് കിട്ടിയിട്ടില്ല. ഒരു നടപടിക്രമം പാലിക്കാതെയാണ് അഡ്വക്കേറ്റ് കമ്മീഷൻ ഏകപക്ഷീയമായിട്ട് പെരുമാറുന്നത്. വിഷ്ണു, പറയാമെങ്കിൽ MLA പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും എന്താണ് ഈ ഇങ്ങനെ ഒരു കുടിയൊഴിപ്പിക്കൽ സാഹചര്യം അവിടെ ഉണ്ടായത്? അതിനെക്കുറിച്ചും പറയാമോ? ദിവിഷ്, ഇത് വർഷങ്ങളായിട്ടുള്ള ഒരു കേസായിരുന്നു. അപ്പോൾ അതിൽ 19 ഏക്കർ ഭൂമിയാണുള്ളത്. ആ ഭൂമി പുറമ്പോക്ക് ഭൂമിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ താമസിക്കുന്ന വർഷങ്ങളായി തന്നെ തലമുറകളായി ഇവിടെ താമസിക്കുന്നവരുടെ മുൻപുള്ള ആളുകളും ഇവിടെ താമസിച്ചു വന്നിരുന്നു. അപ്പോൾ അവർ ഒരു പട്ടയത്തിനായി സമർപ്പിച്ചപ്പോൾ അതിന്റെ കേസ് 1970-കളിൽ ആരംഭിച്ച കേസായിരുന്നു. എന്നാൽ അതിനുശേഷം ഒരു 2.5 ഏക്കർ ഭൂമിയിൽ ഇത്തരത്തിൽ ഇവിടെ ഉള്ള ഈ ഒരു വാദിയായിട്ടുള്ള ഈ കേസിൽ വാദിയായിട്ടുള്ള അയാളുടെ ഭൂമിയാണ് എന്നുള്ള തരത്തിൽ ആധാരം സമർപ്പിക്കുകയും അതിൽ അനുകൂലമായി സുപ്രീം കോടതി 2023-ൽ ഈ വാദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവരെ ഒഴിപ്പിക്കണം എന്നുള്ളൊരു തരത്തിലോട്ട് സുപ്രീം കോടതി പറഞ്ഞത്. ഈ 19 ഏക്കറിൽ 2.5 ഏക്കറിലാണ് ഇപ്പോൾ ഈ വാദിയായിട്ടുള്ള ആളുടെ ഇവിടെ തന്നെ പ്രദേശത്ത് തന്നെയുള്ള ഒരു ജമ്മിയായിട്ടുള്ള ആളായിരുന്നു. ആളുടെ പേരിലാണ് ആ ഭൂമി ഉള്ളത്. അപ്പോൾ അയാളുടെ കയ്യിൽ നിന്നും ആ ഭൂമിയിൽ നിന്ന് ഇവരെ ഒഴിപ്പിക്കണം. 8 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ആ കുടുംബങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നുള്ളൊരു സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. അവർക്ക് അനുകൂലമായിട്ടുള്ള തരത്തിൽ ആ ഭൂമി അദ്ദേഹത്തിന്റെ ആണെന്നുള്ള തരത്തിൽ സുപ്രീം കോടതി ഒരു ഉത്തരവിട്ടിരുന്നു. അതിൽ ഇപ്പോൾ പ്രതിഷേധക്കാരായിട്ടുള്ളവർ പറയുന്നത് കോളനി ഒഴിപ്പിക്കാൻ ഉദ്യോഗസ്ഥരവിടെ എത്തി. സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അഭിഭാഷക കമ്മീഷൻ അവിടേക്ക് എത്തുന്നത്. അവരെയാണ് ഇപ്പോൾ കോളനിവാസികൾ PV ശ്രീനിധൻ MLA അടക്കമുള്ളവർ തടഞ്ഞിരിക്കുന്നത്.